ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചുരിദാർ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ചുരിദാർ എങ്ങനെ ഏതൊക്കെ മെഷർമെൻറ്റ് എടുക്കാമെന്ന് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക്, പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ മെഷർമെൻറ്റ് സാധാ നെക്ക്, കോളർ നെക്കല്ല, സാധാ നെക്ക് എങ്ങനെ അളവെടുക്കാമെന്ന് അളവ് എടുക്കണമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഉപകാരം ആവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. നമ്മുടെ അജിത ചേച്ചിയാണ് മഞ്ജുവിൻ്റെ മെഷർമെൻറ്റ് ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ടേപ്പ് ഇങ്ങനെ പിടിക്കണം. 1, 2, 3 ഭാഗം ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ പിടിച്ചിട്ട് എത്ര ലെങ്ത്ത്, ചുരിദാറിന് എത്ര ലെങ്ത്ത്, ടോപ്പിന് എത്ര ലെങ്ത്ത് വേണം ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലെങ്ത്ത് ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ 45.5 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലെങ്ത്ത് എന്ന് എഴുതിയിട്ട് നമ്മൾ 45.5 എഴുതി വെക്കണം. എന്നിട്ട് ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് എടുക്കാം. ചെസ്റ്റിൻ്റെ അളവ് ടേപ്പ് ഇങ്ങനെയാണ് പിടിക്കുന്നത്. ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ചെസ്റ്റിൻ്റെ അളവ് 32 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ്, ചെസ്റ്റ് എന്ന് എഴുതിയിട്ട് 32 എഴുതണം. ബ്രസ്റ്റിൻ്റെ അളവ് 33, വേസ്റ്റിൻ്റെ അളവ് 27 ഇഞ്ച്. ഇങ്ങനെയാണ് അളവെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ വേറെ എഴുതി വെക്കണം. ബ്രസ്റ്റിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് 32, ബ്രസ്റ്റിൻ്റെ അളവ് 33, വേസ്റ്റ് 27 എന്ന് ഇങ്ങനെ വേറെ വേറെ എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡ് ഓപ്പൺ ഇങ്ങനെ ഷോൾഡറിൻ്റെ ഇവിടെ ടേപ്പ് പിടിച്ചിട്ട് സൈഡ് ഓപ്പൺ നമ്മൾ എവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് നമ്മൾ 19.5 ഇഞ്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 19.5 ഇഞ്ച് സൈഡ് ഓപ്പൺ ഇങ്ങനെ സൈഡ് ഓപ്പൺ എഴുതിയിട്ട് എഴുതി വയ്ക്കുക. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാം. സ്ലീവിൻ്റെ 3/4 ലെങ്ത്താണ് ഇപ്പോൾ എടുക്കുന്നത്. 3/4 ലെങ്ത്ത് 14 ഇഞ്ച് ലെങ്ത്ത് സ്ലീവിൻ്റെ എടുത്തിട്ടുണ്ട്. അവിടുത്തെ വണ്ണം നോക്കണം. അവിടുത്തെ വണ്ണം 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് 3/4 സ്ലീവിൻ്റെ കൈയുടെ വണ്ണം ലെങ്ത്തും എടുക്കുന്നത്. ഇപ്പോൾ റിയാൽ നമ്മൾ കൈക്കുഴിയുടെ വണ്ണം എടുക്കാം. കൈക്കുഴി ഇങ്ങനെ വെച്ചിട്ട് 15 ഇഞ്ചാണ് ഈ കൊച്ചിന് റിയാൽ റൗണ്ട് വന്നിട്ടുള്ളത്. റിയാലെന്ന് എഴുതിയിട്ട് 15 ഇഞ്ച് എഴുതി വെക്കണം. പിന്നെ കൈയുടെ ഇവിടുത്തെ വണ്ണം എടുക്കണം കേട്ടോ. അപ്പോൾ ചിലർക്ക് ചില രീതിയാണ് കൈയുടെ വണ്ണം അളവ് വരുന്നത്. അപ്പോൾ ആ വണ്ണം എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഷോൾഡർ എത്രയാണെന്ന് നോക്കണം. ഇങ്ങനെ ഷോൾഡറിന് ഇങ്ങനെ ടേപ്പ് കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കും. 12.5 ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഇങ്ങനെയാണ് എടുക്കുന്നത്. നമുക്ക് എത്ര വേണം, 5 ഇഞ്ച് തൊട്ട് 6 ഇഞ്ച് വരെ നമുക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എടുക്കാം. എത്ര വേണോ അത്ര നോക്കിയിട്ട് ഫ്രണ്ട് നെക്ക് എന്ന് എഴുതിയിട്ട് അതിലിങ്ങനെ എഴുതണം. ബാക്ക് നെക്ക് 4 ഇഞ്ച് കണ്ടോ, ബാക്ക് നെക്ക് 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് 5.5യും ബാക്ക് നെക്ക് 4 ഇഞ്ചും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഹിപ്പിൻ്റെ റൗണ്ട് എടുക്കാം. ഹിപ്പിൻ്റെ സൈഡ് ഓപ്പൺ ചുരിദാറാണെങ്കിൽ ഹിപ്പിൻ്റെ റൗണ്ട് എടുക്കണം. 35.5 ഇഞ്ച്. ലൂസ് വേണമെങ്കിൽ 36 ഇഞ്ച് വരെ എടുക്കാം കേട്ടോ. ഇച്ചിരി ലൂസ് വേണമെങ്കിൽ 36 ഇഞ്ച് വരെ എടുക്കാം. ഇപ്പോൾ ഞാൻ ഹിപ്പിൻ്റെ റൗണ്ട് എന്ന് എഴുതിയിട്ട് 35.5 ഇഞ്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെ ഫ്ലെയർ എടുത്ത് വെക്കണം. താഴത്തെ ഫ്ലെയർ എത്ര വേണമെന്ന് നോക്കിയിട്ട് താഴത്തെ ഫ്ലെയർ എഴുതിയിട്ട് എടുത്ത് വെക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.